ഓ രമണി വന്നല്ലേ വിളിക്കുന്ന അഞ്ജുന്റെ മാർക്ക് അറിയാനായിരിക്കും. ഓ അവരെ മോളെ തിരാന്നെങ്കിൽ ഞാൻ വിളിച്ചു ചോദിച്ചു പോയി. ആ രമണി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്യാ? ആ, അഞ്ജുവിന്റെ മാർക്ക് വന്നു. ആ, അവക്ക് 66% ഉണ്ട്. ഇല്ല, ഞാന് എന്താ മാർക്ക് കണ്ടപാട് തന്നെ പ്രിൻസിപ്പാളിനെ നമ്മള് വിളിച്ചു ചോദിച്ച്. പ്രിൻസിപ്പളായിട്ടല്ല, അവക്ക് നല്ല കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമ്മള് നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നല്ല. അപ്പൊ ഞാൻ എന്നാ വിചാരിച്ച് ഈ 66% എന്നാ ഇപ്പൊ കുറഞ്ഞു പോയെന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പാണ് പ്രിൻസിപ്പൾ പറയുവാന്ന്, കുട്ടി പേടിക്കേ വേണ്ട, ഇപ്രാവശ്യത്തെ പരീക്ഷ ഭയങ്കര ടഫായിരുന്നില്ലേ എന്നാ പ്രിൻസിപ്പൾ പറയും. നിങ്ങളത് അറിഞ്ഞില്ലേ? അന്നേ പറയുന്നുണ്ടായില്ലേ പത്രത്തില്, ഇങ്ങനെ ആ ന്യൂസിലുണ്ടായില്ലേ ഇന്ന് മാത്സിനെല്ലാം കുറവാന്നുള്ള രീതിയില്. അപ്പം അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൾ പറയാൻ പേടിക്കുകയോ വേണ്ട, നിങ്ങൾ ഈ 66% നിങ്ങളൊരു വിഷമാക്കി എടുക്കുകയോ വേണ്ട. ഇപ്പത്തെ 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 90% കിട്ടിയ പോലെ തന്നെയാണെന്നാ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ, അഞ്ജു നന്നായിട്ട് പഠിക്കുന്ന കുട്ടി തന്നെയായിരുന്നില്ലേ? എല്ലാ പ്രാവശ്യവും നല്ല മാർക്ക് ഉണ്ടായിരുന്നില്ല. ടീച്ചേഴ്സിനെല്ലാം അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാ പറ്റിയെന്ന് അറിയില്ല, പക്ഷെ എന്നാലും ഇപ്രാവശ്യത്തെ പരീക്ഷന്റെ കുഴപ്പമാണ് അത് തന്നെ പറയുന്ന എല്ലാരും. ടീച്ചേഴ്സ് ഞാൻ 2-3 ടീച്ചേഴ്സിനെല്ലാം വിളിച്ചു ചോദിച്ച്. അപ്പൊ പറയാന്ന്, അത് പേടിക്കുകയോ വേണ്ട, നമുക്ക് കോളേജിലെല്ലാം നല്ല അഡ്മിഷൻ കിട്ടും. 66% അതൊരു കുഴപ്പമേ അല്ല, നല്ല കോളേജിൽ തന്നെ കിട്ടും തന്നെയാ പറയുന്നത്. നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവക്ക് ഇപ്രാവശ്യത്തെ പരീക്ഷ നല്ല വിഷമമായതാന്ന് പറഞ്ഞ്. അപ്പം പിന്നെ അവര് സ്കൂളിൽ തന്നെ റിപ്പോർട്ട് ഇങ്ങനെ പേരൻസ് വിളിക്കുന്നോണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം ഇട്ടിട്ടുണ്ട് ഇങ്ങനെ അവര് ടീച്ചേഴ്സ്. അങ്ങനെ ഇട്ടിട്ടുണ്ട്. നല്ല മാർക്ക് തന്നെയാണ്, നിങ്ങൾ ആരും പേടിക്കണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. കുഴപ്പമില്ല. എന്തായാലും നല്ല കോളേജ് കിട്ടുമായിരിക്കും. കിട്ടാണ്ട് അവിടെ പോവാൻ അഞ്ജുന് നല്ല മാർക്ക് തന്നെയാന്ന് എല്ലാരും പറഞ്ഞേ. 66% നല്ല മാർക്ക് തന്നെയാന്ന്. ഇപ്പത്തെ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞ 66 കേട്ടപാട് ഇവളെ അടിക്കാന്നുള്ള വിചാരിച്ച് അടിക്കാൻ പോയതാന്ന്. അപ്പൊ പറയുന്നു, ഞാൻ എന്നിട്ട് പ്രിൻസിപ്പാളിനൊന്ന് എന്നാ പിന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കാം. ഇവള് പറഞ്ഞു ടഫാന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായില്ല. അപ്പൊ ഞാൻ പ്രിൻസിപ്പാളിനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പ്രിൻസിപ്പാൾ തന്നെ പറയുന്നത്, നിങ്ങൾ പേടിക്കേ വേണ്ട, 66% എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം പണ്ടത്തെ 96% പറയുന്നത്. പിന്നെ അത്രയും ടഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ പിള്ളേരെല്ലാം? നമുക്ക് അവർക്ക് പറ്റുന്ന പോലെയല്ലേ ചെയ്യാൻ കഴിയൂ. നിന്റെ ഇളയ മോളിപ്പോ എത്രയില്ലാന്ന്? ഓ അതെ. അവരോടെല്ലാം അഞ്ജു ചേച്ചിനെ കണ്ട് പഠിക്കാൻ പറ. നല്ല ടഫാണെങ്കിൽ നമ്മള് കഷ്ടപ്പെട്ട് അത്രയെല്ലാം മാർക്ക് വാങ്ങിച്ചല്ല. എന്നാ ശരി, ചോറും കറിയില്ലായാ? ശരി.